ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും പങ്കെടുക്കില്ല. ഇരുവരും ഹർഘർ തിരങ്കയിൽ പങ്കെടുക്കുവാൻ പോയി എന്നാണ് വിശദീകരണം. സി കെ പത്മനാഭനും യോഗത്തിൽ പങ്കെടുക്കില്ല. സി കെ പത്മനാഭനെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി വീണ്ടും ഉൾപ്പെടുത്തുകയായിരുന്നു. ലിബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, ഹർത്തിരങ്കയിൽ പങ്കെടുക്കാൻ പോയതാണെന്നാണ് വിശദീകരണമെങ്കിലും കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തതിൽ ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു അതൃപ്തിയുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ലിബി സുജീന്ദ്രൻ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഡോക്ടർ അരുൺ. ഇവർ രണ്ടുപേരും, അതായത് വി മുരളീധരനും കെ സുരേന്ദ്രനും ഹർഘർ തിരങ്കയിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നു. അത് സംസ്ഥാനത്തിന് പുറത്തായതുകൊണ്ട് ഇന്ന് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിശദീകരണം പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. എങ്കിലും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട പുതിയ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ചില സ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായ സാന്നിധ്യം എന്ന് പറയുന്നത് സി കെ പത്മനാഭൻ്റേതാണ്. അദ്ദേഹം സ്ഥലത്തുണ്ട്, കേരളത്തിലുണ്ട്, നാട്ടിലുണ്ട്. അദ്ദേഹം എങ്കിലും കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നില്ല. വ്യക്തിപരമായ അസൗകര്യങ്ങളുണ്ട് എന്നുള്ള അറിയിപ്പാണ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചില്ല അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയേണ്ടിയിരിക്കുന്നല്ലോ ഡോക്ടർ അരുൺ. കാരണം ഈ രണ്ട് ക്ഷണിതാക്കൾ ഉൾപ്പെടെ 24 അംഗ കോർ കമ്മിറ്റിയെ പുനഃസംഘടിപ്പിച്ചപ്പോൾ സി കെ പത്മനാഭൻ പുറത്താകുന്നു, പ്രതിഷേധമുയരുന്നു, വീണ്ടും അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നു. അത്തരത്തിലേക്ക് വലിയ ശ്രദ്ധേയമായതായിരുന്നല്ലോ, വലിയ വിവാദമായതായിരുന്നല്ലോ ഈ പുനഃസംഘടനയൊക്കെ. അതേ തുടർന്ന് പുനഃസംഘടനയെ തുടർന്ന് ആദ്യം നടക്കുന്ന കോർ കമ്മിറ്റി എന്നുള്ള പ്രത്യേകതയും ഇന്നത്തെ കോർ കമ്മിറ്റിക്കുണ്ട്. ആ കോർ കമ്മിറ്റിയിലേക്കാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വീണ്ടും തിരിച്ചെടുത്ത CKP വരാതിരിക്കുന്നത്. അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും 11 മണിയോടെ എറണാകുളം YMCAയിലാണ് കോർ കമ്മിറ്റി യോഗം ചേരുക. നേതാക്കൾ എല്ലാവരും തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കൊച്ചിയിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട ഒരു പരിപാടി മട്ടാഞ്ചേരിയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം 11 മണിയോടുകൂടി നേതാക്കളൊക്കെ ഇങ്ങോട്ട് വരും. ഏതായാലും ആദ്യ പുനഃസംഘടനയുടെ വിവാദമെല്ലാം ഏറെ ഉയർന്നിരുന്നു. മറ്റൊരു രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടല്ലോ ഡോക്ടർ അരുൺ. ഇത്തരത്തിൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റെല്ലാം വന്നതോടുകൂടി സഭാ നേതൃത്വവുമായുള്ള ഒരു അല്ലെങ്കിൽ അതൊരു അകൽച്ച വന്നു. അത് വീണ്ടും ഇപ്പോൾ കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണത്തോടുകൂടി ആ അകൽച്ച മാറി ഒരടുപ്പത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു സമയമാണിത്. ആ സമയത്ത് നടക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യ പുനഃസംഘടനയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യ കോർ കമ്മിറ്റി എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഡോക്ടർ അരുൺ. ഓക്കെ, തീർച്ചയായിട്ടും ലേബി, എന്താണ് എന്നുള്ളത് അവർ വിശദീകരിക്കുന്നത്. ഹർഘർ തിരങ്കയിൽ പങ്കെടുക്കാൻ പോവാണ്, കോർ കമ്മിറ്റി പങ്കെടുക്കാൻ പറ്റൂല എന്നാണ് മുരളീധരനും സുരേന്ദ്രനും പറയുന്നത്. CKPയും കോർ കമ്മിറ്റി യോഗത്തിൽ വരാനില്ല.